പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 6ാമത്തെ ചാപ്റ്ററിൻ്റെ 5ാമത്തെ സെക്ഷൻ മാക്സിമ ആൻഡ് മിനിമ എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ടോപ്പിക്ക് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതിനകത്ത് നമുക്ക് 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് 1 by 1 ആയിട്ട് ഏതാണെന്ന് ഞാൻ പറയാം. കൃത്യമായി മനസ്സിലാക്കി പഠിച്ച ശേഷം വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ. ഇപ്പം ഞാനിവിടെ നിങ്ങളെ കുറച്ച് ഗ്രാഫുകൾ കാണിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് മാക്സിമ മിനിമ ഈ 2 വാക്ക് നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടോ? മാക്സിമ മിനിമ എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ടാവും? മാക്സിമം മിനിമം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കാണുന്നത് എങ്ങനെയെന്നാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്ന് പറഞ്ഞ വളരെ നിസ്സാരമായ കാര്യമല്ല. എഞ്ചിനീയറിംഗ് ഫീൽഡുകളിൽ ഈ മാക്സിമ മിനിമയ്ക്കുള്ള ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ലാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നിസ്സാരമായിട്ടൊരു സിഗ്നൽ അയക്കുന്നതിന് ആ സിഗ്നലിലെ ക്വാണ്ടിറ്റി മാക്സിമം ആക്കി നിലനിർത്തുന്നതിന് എന്ത് ചെയ്യണം? അതിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴാണ് മിനിമമായി പോകുന്നത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യാനൊക്കെ വരെ നമ്മൾ ഈ ടോപ്പിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ ടെക്നിക്കാണ് അവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് പഠിച്ചു വെക്കുന്നു. ഭാവിയിൽ നിങ്ങൾ ആ ഫീൽഡിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ചെന്നാൽ ആ സമയത്ത് നിങ്ങളിത് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചത് നിങ്ങളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അത് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലാതെ വെറുതെ പഠിച്ചു വെച്ചു. പക്ഷേ ഇപ്പം നമ്മളത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലുടനീളം ഇങ്ങോട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് തുല്യമായിട്ട് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് വരുന്ന ഹയർ ഫീൽഡുകളിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ അന്നേരം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ മാക്സിമ മിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു മാക്സിമം വാല്യൂവിൻ്റെ പേരിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് മാക്സിമ. മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് മിനിമ. ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നതും മിനിമൈസ് ചെയ്യുന്നതും. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് വേണേലും ആകാം. നമുക്ക് ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണോ അതിനെയാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് മാറ്റുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ സിഗ്നൽ എന്ന് പറയുന്നത് സിഗ്നലിനെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനെ ആ സിഗ്നലിനെ നമുക്ക് അതിൻ്റെ സിഗ്നലിൻ്റെ ക്വാളിറ്റീനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ ഇപ്പം നമ്മൾ പഠിക്കുന്ന തിയറി അപ്ലൈ ചെയ്തിട്ടായിരിക്കും അവിടെ മാക്സിമൈസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഓരോ സിറ്റുവേഷനിൽ അത് മാറി മാറി വരും. സിഗ്നലോ പിന്നെ വെലോസിറ്റി സ്പീഡ് അങ്ങനെ എന്ത് വേണേലും ഫംഗ്ഷനായിട്ട് പല കേസുകളിൽ വരാം. പക്ഷേ നമുക്കിപ്പോൾ പഠിക്കേണ്ടത് ജനറലായിട്ട് ഫംഗ്ഷൻ എന്നുള്ള പേരിലാണ് മാത്തമാറ്റിക്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ എപ്പോൾ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, എപ്പോൾ മിനിമൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്താൽ മാക്സിമൈസ് ചെയ്യാം, എങ്ങനെ ചെയ്താൽ മിനിമൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതെപ്പോൾ മാക്സിമം ആകും, എപ്പോൾ മിനിമം ആകും എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാഫ് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഗ്രാഫ് കാണിക്കാം. ആ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും അതെവിടെയാണ് മാക്സിമം ആകുന്നത്, എവിടെയാണ് മിനിമം ആകുന്നത്, അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, അതിൻ്റെ മിനിമം വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാഫ് കാണിച്ച് നിങ്ങളിപ്പോൾ പറയുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ 5 തരം ഗ്രാഫുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രാഫും നോക്കിയിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണ് എന്ന് പറയാൻ പറ്റുമെന്നുണ്ടോ നോക്കുക. അപ്പോൾ 1ാമത്തെ ഗ്രാഫ് നോക്കുക. ഇതാണ് 1ാമത്തെ ഗ്രാഫ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ വാല്യൂ ഫംഗ്ഷൻ്റെ f(x) എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ മാക്സിമം വാല്യൂ ഇത് എത്രയായിരിക്കും? ഈ വാല്യൂ എത്രയായിരിക്കും എന്ന് വെച്ചാൽ ഈ ലെങ്ത് അല്ലേ. ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഞാൻ വരച്ചപ്പോൾ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ മിസ്റ്റേക്ക് വന്നു സംശയമുണ്ട്. ഈ ലെങ്ത് ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ. അടുത്ത ഫംഗ്ഷൻ നോക്കുക. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകുന്ന ഗ്രാഫാണ്. ഇതുകൊണ്ട് ഇതിവിടെ തീരുന്ന ഗ്രാഫല്ല, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്.
ഇവിടെ വരച്ച് നമുക്ക് ഫുള്ള് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന്റെ മാക്സിമം ഇതിന്റെ കേസിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഹാസ് നോ മാക്സിമം വാല്യൂ. പക്ഷേ ഇതിന്റെ മിനിമം വാല്യൂ എത്രയാണ്? ഈ പോയിന്റിന് നമുക്ക് എന്ത് പറയാം? ഇത് ഈ വാല്യൂ ആണ് ഈ ഫംഗ്ഷന്റെ ഏറ്റവും താഴത്തെ വാല്യൂ. ഏറ്റവും താഴത്തെ വാല്യൂ ആണ് മിനിമം വാല്യൂ. ഈ വാല്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം? ദിസ് ഈസ് ദ മിനിമം വാല്യൂ. മിനിമം വാല്യൂ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സിമ. മിനിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മിനിമം. അപ്പൊ ഇതിന് മാക്സിമം വാല്യൂ ഇല്ല, പക്ഷെ എന്തുണ്ട്? മിനിമം വാല്യൂ ഉണ്ട്. ഇതിന്റെ മിനിമം വാല്യൂ ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ ഇതും ഇങ്ങനെ പോകുന്ന ഫംഗ്ഷനാണേ. ഇങ്ങനെ താഴോട്ട് പോകുന്ന ഫംഗ്ഷനാണ്, തീരുന്ന ഫംഗ്ഷനല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ കേസിൽ ഇതിന് എന്തില്ല? ഇതിന് മിനിമം വാല്യൂ ഇല്ല, ഇതിന് മാക്സിമം വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ഫംഗ്ഷൻ നോക്കുക. മൂന്നാമത്തെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത ഫംഗ്ഷനാണ് കേട്ടോ. ഇവിടെ വരെയേ ഉള്ളൂ. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഏതാണ്? നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റണം, അതായിരിക്കണം മാക്സിമം വാല്യൂ. ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ. ഇതിന്റെ മിനിമം വാല്യൂ ഉണ്ടോ? ഈ ഫംഗ്ഷൻ എവിടെയും കൊണ്ട് അവസാനിച്ചു അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ മിനിമം വാല്യൂ. അപ്പൊ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മാക്സിമം വാല്യൂ ഉണ്ട്, മിനിമം വാല്യൂ ഉണ്ട്. അതേസമയം ഇതിന് മാക്സിമം മാത്രമേ ഉള്ളൂ, ഇതിന് മിനിമം മാത്രമേ ഉള്ളൂ. ഇതിന് മാക്സിമവും മിനിമവും ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ നോക്കുക. ഈ ഫംഗ്ഷന്റെ കാര്യം നോക്കിക്കേ. ഈ ഫംഗ്ഷൻ എന്ത് വരും? ഇതും ഇങ്ങനെ താഴെ ഇങ്ങനെ പോവുകയാണ് ഇങ്ങോട്ട്. ഇങ്ങനെ പോകുന്നതിന് നമ്മൾ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഞാനൊന്ന് കൊത്തിട്ട് കാണിച്ചു. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഏതായിരിക്കും? മാക്സിമം വാല്യൂ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ഇതിന്റെ ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ്, അതാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ് ഈ പോയിന്റ് ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ ഉണ്ട്. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഈ ഒറിജിനലിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ അളവ് ഇത് എത്രയാണ്? -1. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് മുതൽ ആ പോയിന്റ് വരെയുള്ള ഈ ഹൈറ്റ് ഇവിടെ -1. ഇതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ. ഇതിന് മിനിമം വാല്യൂ ഉണ്ടോ? മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അവിടെ പോയി അവസാനിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവല്ലേ, അതുകൊണ്ട് ഇതിന്റെ മിനിമം വാല്യൂ ഇല്ല. അപ്പൊ അടുത്തത് നോക്കാം. അപ്പൊ നമ്മൾ പലതരം ഫംഗ്ഷൻ കണ്ടു. മാക്സിമം വാല്യൂ മാത്രമുള്ളത്, മിനിമം വാല്യൂ മാത്രമുള്ളത്, മാക്സിമവും മിനിമവും ഉള്ളത്. ഇത് മാക്സിമം മാത്രമുള്ള ഒരു കേസാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ നോക്കുക. അടുത്ത ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ഞാൻ റൗണ്ട് ഇട്ട് കാണിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണെങ്കിൽ റൗണ്ട് ഇട്ട് കാണിച്ചാൽ ആ പോയിന്റ് ഇതിനകത്ത് ഇതിന്റെ എൻഡ് പോയിന്റ് ഈ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇതിലെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റണം. ഇതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ, ഇതാണ് ഇതിന്റെ മിനിമം വാല്യൂ, ഇതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് തൊടാൻ പറ്റണം. ഇവിടെ എല്ലാം നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റിയില്ലേ? അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഏതാണ് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ എൻഡ് പോയിന്റിലുള്ള ആ ഒരു പോയിന്റ്, അതായത് ഇത് 1 ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് 4 ആണെന്ന് വിചാരിച്ചു. ഈ 4ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ പോയിന്റ് നമുക്ക് ഇവിടെ തൊടാൻ പറ്റുന്നുണ്ടോ? കാരണം ആ പോയിന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ തൊടാൻ പോകുന്ന പോയിന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അടുത്ത പോയിന്റ് ഏതാണെന്നുള്ളത്, ഒരു ലൈനിലെ പോയിന്റ്സ് എല്ലാം ഇൻഫിനിറ്റ് മെനി പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യം പോയിന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് എൻ പോയിന്റ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റിയാൽ ഇതൊരു ഓപ്പൺ ഇന്റർവെൽ ആയിട്ടിരിക്കും. ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ ഇതിന്റെ എൻ പോയിന്റ്സിന്റെ വാല്യൂ, അപ്പൊ ആ എൻ പോയിന്റ്സിലെ ഓപ്പൺ ഇന്റർവെല്ലിലെ ഫസ്റ്റ് പോയിന്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇതിനകത്ത് മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു വരേണ്ടത്, പക്ഷെ ഇതിനകത്തില്ല. മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു വരേണ്ടത്, അത് പക്ഷേ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കേസിൽ എന്ത് പറയും? ഇറ്റ് ഹാസ്, ഇതിന്റെ മിനിമം വാല്യൂ ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല, മാക്സിമം വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമുക്ക് തൊടാൻ പറ്റുന്ന പോലെ ഗ്രാഫിനകത്ത് ഉണ്ടാവണം. ഇതിനകത്തില്ല, അവിടെ പുറത്തായിപ്പോയി. Therefore it has no maxima and it has no minima. അപ്പോൾ എത്ര തരം ഫംഗ്ഷൻസ് ഉണ്ട്? മാക്സിമവും മിനിമവും ഉള്ള ഫംഗ്ഷൻസ് ഉണ്ട്, മാക്സിമം മാത്രം ഉള്ളവരുണ്ട്, മാക്സിമം വാല്യൂ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ട്, മിനിമം വാല്യൂ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ട്, മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാൻ പറ്റാത്തവരുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് മാക്സിമം മിനിമം ഉണ്ടെന്ന് തോന്നും, പക്ഷേ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഏതാണെന്ന് നമുക്ക് കൃത്യമായി ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കേസാണിത്. ഇതിന്റെ എൻഡ് പോയിന്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്. പക്ഷേ ഈ കേസിലൊക്കെ നമുക്ക് മാക്സിമം മിനിമം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ പോയി തൊടാം. കൃത്യം പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. കൃത്യം തൊടാൻ പറ്റുന്ന പോയിന്റ് ഉണ്ടെങ്കിലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്ത എൻഡ് പോയിന്റ്സ് അതിനകത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. Therefore it has. ഇനി ഈ ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ആകുന്നത്, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഏത് പോയിന്റിൽ എത്തുമ്പോൾ അത് മാക്സിമൈസ് ആകും എന്ന് നമ്മൾ അറിയണം. അതായത് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എക്സ് ആക്സിസിന്റെ വാല്യൂ അനുസരിച്ചുള്ള ഗ്രാഫ് വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിലെ ഏത് പോയിന്റിൽ എത്തിയപ്പോഴാണ് ആ ഫംഗ്ഷൻ മാക്സിമം ആയത് നോക്കുക. ഈ ഫംഗ്ഷൻ ഏത് പോയിന്റിൽ എത്തിയപ്പോഴാണ് മാക്സിമം ആയത്? ഈ 2 എന്ന പോയിന്റിൽ എത്തിയപ്പോഴാണ് ഇതിന് മാക്സിമം ആയത്. ആ പോയിന്റിനാണ് ഏറ്റവും പ്രധാനം. ഇതിന്റെ മാക്സിമം വാല്യൂ എത്ര എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം ആർക്കാണ്? എപ്പോഴാണ് ഇത് മാക്സിമം ആയത്. ഓക്കെ, നമുക്ക് സിഗ്നലിന്റെയൊക്കെ ക്വാളിറ്റി മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഏത് പോയിന്റ് എത്തിച്ചാലാണ് അത് മാക്സിമം ആകുന്നതെന്ന്, ആ വേരിയബിൾ ഏത് പോയിന്റിൽ എത്തിക്കുമ്പോഴാണ് അത് മാക്സിമൈസ് ആകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഈ പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ മാക്സിമം ആയത്. അപ്പൊ ഈ പോയിന്റിന് അതുപോലെ പ്രാധാന്യമുണ്ട്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് മാക്സിമം. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം വാല്യൂ 4 ആണ്. ഇപ്പൊ ഈ എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ എഴുതുന്നത്. മാക്സിമം വാല്യൂ 4. പിന്നെ ഈ പോയിന്റിന്റെ പേരാണ് എന്ത്? പോയിന്റ് ഓഫ് മാക്സിമം. എപ്പോഴാണ് അത് മാക്സിമം ആയി എന്നുള്ള ആ പോയിന്റ് ഓഫ് മാക്സിമം. ഇവിടെ പോയിന്റ് ഓഫ് മാക്സിമം എത്രയാണ്? 2 ആണ്. മനസ്സിലായല്ലോ? മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷനും നമുക്ക് ഈ ടോപ്പിക്കിൽ ഒന്നാമത് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ 5 കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് വാട്ട് ഈസ് മാക്സിമം. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂയുടെ ഷോർട്ട് ഫോം ആണ് മാക്സിമം. മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് മാക്സിമം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കണം. ഈ ഡിഫറൻസ് നിങ്ങൾ എത്ര പറഞ്ഞാലും എന്തുകൊണ്ടോ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നില്ല. പിന്നീട് അങ്ങോട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഈ തിയറിയുടെ കാതൽ. ഏത് പോയിന്റിൽ മാക്സിമം ആകും, ഏത് പോയിന്റിൽ മിനിമം ആകും. ഇപ്പോൾ നമ്മൾ റോക്കറ്റൊക്കെ വിടുവാണെങ്കിൽ റോക്കറ്റിന് നമ്മൾ അതിന്റെ സ്പീഡിനെ ഫംഗ്ഷനായിട്ട് എടുത്താൽ ഏത് ടൈം എത്തുമ്പോഴാണ്, ടൈമിന്റെ ഫംഗ്ഷനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഏത് ടൈമിലാണ് അതിന്റെ സ്പീഡ് മാക്സിമം ആകുന്നതെന്ന് നമുക്ക് നോക്കണമെന്ന് വിചാരിച്ചു. ആ ടൈമാണ് നമുക്ക് അറിയേണ്ടത്. ആ പോയിന്റ് ഏത് പോയിന്റിലാണ്. ഇപ്പൊ ഇവിടെ മിനിമം ആണെങ്കിൽ ഏത് പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ മിനിമം ആയത്? ഈ എക്സ് ആക്സിസിൽ ഏത് പോയിന്റിൽ എത്തിയപ്പോഴാണ്? ഒറിജിനിലാണ്. ഇത് മിനിമം വാല്യൂ 0. ദ പോയിന്റ് ഓഫ് മിനിമം. പോയിന്റ് ഓഫ് മിനിമം ഏതാണ്? 0. മനസ്സിലായോ? അതേപോലെ ഇവിടെ വന്ന് നോക്കുക. ഇത് മാക്സിമം ആകുന്ന വാല്യൂ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ 3 ആണ്. മാക്സിമം ഈ ഹൈറ്റിനാണ് മാക്സിമം വാല്യൂ. ഇതിന്റെ പോയിന്റ് ഓഫ് മാക്സിമം ഏത് പോയിന്റിലാണ് ഇത് മാക്സിമം ആയത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോയിന്റ് ഓഫ് മാക്സിമം ഏത് പോയിന്റിലാണ് ഇത് മാക്സിമം ആയത്? ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് മാക്സിമം വന്നിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് മാക്സിമം 2 ആണ്. അതുപോലെ ഇത് ഏത് പോയിന്റിലാണ്? മിനിമം വാല്യൂ 0 ആണ്. ഇതിന്റെ പോയിന്റ് ഓഫ് മിനിമം എത്രയാണ്? പോയിന്റ് ഓഫ് മിനിമം ഈസ് ഏത് പോയിന്റിലാണ് മിനിമം വന്നത്? 3 എന്ന പോയിന്റിലല്ലേ ഫംഗ്ഷൻ മിനിമം ആയത്. പോയിന്റ് ഓഫ് മിനിമം 3. അപ്പോൾ മാക്സിമം പോയിന്റ് ഓഫ് മാക്സിമം പോയിന്റ് ഓഫ് മിനിമം. പോയിന്റ് ഓഫ് മിനിമം 3. ഇതിന്റെ മാക്സിമം മിനിമം ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ഓഫ് മാക്സിമം ഇല്ല. ഇതിന്റെ മാക്സിമം വാല്യൂ -1. ഇതിന്റെ പോയിന്റ് ഓഫ് മാക്സിമം എക്സ് ആക്സിസിൽ ഏത് പോയിന്റിൽ എത്തിയപ്പോഴാണ് ഇത് മാക്സിമം എത്തിയത്? 0. അതുകൊണ്ട് പോയിന്റ് ഓഫ് മാക്സിമം എന്ന് പറയുന്നത് 0. അത് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് നിങ്ങൾ ആദ്യമായി പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഈ സെക്ഷനിൽ നമ്മൾ ആദ്യമായി പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് മാക്സിമം വാല്യൂ, എന്താണ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂവിനെ മിനിമം വാല്യൂവിനെ നമ്മൾ ഷോർട്ടായിട്ട് മാക്സിമ എന്നും മിനിമ എന്നും വിളിക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ട അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോയിന്റ് ഓഫ് മാക്സിമം. ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് ആ ഫംഗ്ഷൻ മാക്സിമം ആകുന്നത്? അതിൻ്റെ പേരാണ് പോയിന്റ് ഓഫ് മാക്സിമം. അതേപോലെ പോയിന്റ് ഓഫ് മിനിമം. ഏത് പോയിന്റിലാണ് അത് മിനിമം ആകുന്നത്? ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും ഞാനത് കാണിച്ചു തന്നു. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ കണ്ടു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതിൽ 5 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഈ സെക്ഷനിൽ മാക്സിമ മിനിമ എന്നുള്ള സെക്ഷനിൽ പഠിക്കേണ്ട 5 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ 5 കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് വാട്ട് ഈസ് എ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എന്ന് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളെങ്കിൽ മിനിമം വാല്യൂ എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എല്ലാം കൂടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മാക്സിമ എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് എ മാക്സിമ മിനിമ ആൻഡ് പോയിന്റ് ഓഫ് മാക്സിമം. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് മാക്സിമം വാല്യൂ, എന്താണ് പോയിന്റ് ഓഫ് മാക്സിമം. എന്നുള്ള ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ ഏകദേശം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത് ഈ മാക്സിമ മിനിമ എന്നുള്ളത് മാക്സിമം
മാക്സിമ മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ, മിനിമ അതിൻ്റെ കൂടെ ഉണ്ട്. ഈ മാക്സിമ എന്നുള്ളത് 2 ടൈപ്പ് മാക്സിമയുണ്ട്. ഒന്ന് ലോക്കൽ മാക്സിമയും ഒന്ന് അബ്സല്യൂട്ട് മാക്സിമയും. എന്താണ് ലോക്കൽ മാക്സിമ, എന്താണ് അബ്സല്യൂട്ട് മാക്സിമ എന്ന് നമുക്ക് ഇനി പഠിക്കാം. അതുകൂടാതെ നമുക്ക് പഠിക്കാനുള്ളത് ഈ മാക്സിമം മിനിമം ആകുന്ന പോയിന്റിലെ നമ്മുടെ പോയിന്റ് ഓഫ് മാക്സിമ, ഈ പോയിന്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോഴാണ് ആ ഫംഗ്ഷൻ മാക്സിമം ആവുകയോ മിനിമം ആവുകയോ ചെയ്യുന്നത്. അതിന് സാധ്യതയുള്ള പോയിന്റ്, മാക്സിമം ആകാനോ മിനിമം ആകാനോ സാധ്യതയുള്ള പോയിന്റുകളുണ്ട്. ആ സാധ്യതാ പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ള പേര് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എങ്കിലും ആ പോയിന്റ് നമ്മൾ വിളിക്കുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് ആയി നോക്കിയത് മാക്സിമം മിനിമം ആകണമെന്നൊന്നുമില്ല. പക്ഷെ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ മാത്രമേ എന്ത് ആവുള്ളൂ, ആ ഫംഗ്ഷൻ മാക്സിമമോ മിനിമമോ ആകുകയുള്ളൂ. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ലേ? ക്രിട്ടിക്കൽ പോയിന്റിൽ മാത്രമേ അത് മാക്സിമമോ മിനിമമോ ആകുള്ളൂ, അത് ഉറപ്പാണ്. പക്ഷെ ഒരു പോയിന്റ്, നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് കിട്ടി, ആ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ പോലും അത് മാക്സിമം ആകണമെന്ന്, ആ പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമം ആകണമെന്ന് നമ്മൾക്ക് നിർബന്ധമില്ല. പോസിബിൾ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയാ, പോസിബിൾ പോയിന്റ്സ്. മാക്സിമോ മിനിമോ ആകാൻ സാധ്യതയുള്ള പോയിന്റ്സിന്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്. നാലാമത്തേത്, നമ്മൾ 2 മാക്സിമം ഉണ്ടല്ലോ, ഒന്ന് ലോക്കൽ മാക്സിമയും ഒന്ന് അബ്സല്യൂട്ട് മാക്സിമയും. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലോക്കൽ മാക്സിമ മിനിമയെ പറ്റിയാണ്. ഈ ലോക്കൽ മാക്സിമ മിനിമ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അതിന് നമുക്ക് 2 ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റ് ഫോർ ലോക്കൽ മാക്സിമം. ആ ടെസ്റ്റുകളാണ്, ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഒന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഈ 2 ടെസ്റ്റ് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും. ആദ്യം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പഠിക്കും, അതിനോടൊപ്പം തന്നെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും പഠിക്കും. ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്, 2 മാക്സിമത്തിൽ ഒന്നാമത്തെ ഒരു മാക്സിമയിലേക്ക് നമ്മൾ 2 മാക്സിമത്തിൽ ഇത് കോമൺ ആണ് കേട്ടോ. മാക്സിമം മിനിമം ആകാനുള്ള ലോക്കൽ മാക്സിമ ആണെങ്കിലും ശരി, അബ്സല്യൂട്ട് മാക്സിമ ആണെങ്കിലും ശരി, അതിന് സാധ്യതയുള്ള പോയിന്റിന്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അത് എല്ലാവർക്കും കോമൺ ആണ്. ഇതിലിനി ഒന്നാമത്തത് ലോക്കൽ മാക്സിമയുടെ ടെസ്റ്റ് ആണ്. ഇത് രണ്ടും അബ്സല്യൂട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ലോക്കൽ മാക്സിമ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ്. ഇനി അബ്സല്യൂട്ട് മാക്സിമ ടെസ്റ്റ് ചെയ്യാൻ, അതിനുശേഷം നമ്മൾ ലോക്കൽ മാക്സിമയുടെ ടെസ്റ്റ് എല്ലാം പഠിച്ച് അതിന്റെ പ്രോബ്ലം ചെയ്ത ശേഷം നമ്മൾ എന്ത് പഠിക്കും, അബ്സല്യൂട്ട് മാക്സിമ. അത് അടുത്ത സെക്ഷൻ ആയിട്ടാണ് അടുത്തതായിട്ടാണ് പഠിക്കുന്നത്. ഇത് മൊത്തം ഒന്നിച്ച് കവർ ചെയ്ത് പോകും. അതിനുശേഷം ഇതിന്റെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, അബ്സല്യൂട്ട് മാക്സിമ ടെസ്റ്റിന്റെ ടെസ്റ്റും അതിന്റെ പ്രോബ്ലംസും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതും കുറച്ച് ലെങ്തിയുമായ ടോപ്പിക്കാണ് മാക്സിമ മിനിമം. അപ്പൊ ഈ 5 കാര്യങ്ങളും, അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാൻ പോവാണ് ഈ 5 കാര്യങ്ങളും. ആ എക്സാമ്പിൾ നിങ്ങൾ ഇതിന്റെ ക്രിട്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് 100% സാമ്യത നമുക്ക് പറയത്തില്ലെങ്കിലും 99% ഈ ടോപ്പിക്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ചില കേസുകളിൽ ആ എക്സാമ്പിൾ ഇതുമായിട്ട് വിയോജിച്ച് നിൽക്കും. ആ വിയോജിച്ച് നിൽക്കുന്നത് നിങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു സാധാ എക്സാമ്പിൾ എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്ന പോയിന്റ്സ് ആ എക്സാമ്പിൾ യോജിക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിൻ്റെ ഗ്രാഫാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ചിറ്റാരിക്കാലിൽ നിന്നും വെള്ളരിക്കുണ്ടിലേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണ്. ഒരാവശ്യത്തിന് പോയി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചിറ്റാരിക്കാലിൽ നിന്നും വെള്ളരിക്കുണ്ടിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്ന ഇതാണ് നമ്മുടെ റോഡ്. ഈ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഈ റോഡിൽ കൂടി ഇത് ചിറ്റാരിക്കാല്, ഈ പോയിന്റ് 1, ഇത് അറക്കത്തട്ട്, ഇത് അറക്കത്തട്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നീക്കി വരയ്ക്കാം. പോയിന്റ്, ഓരോ പോയിന്റ് ഉണ്ട്. ഒരു എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിലെ റോഡാണ് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ചിറ്റാരിക്കാല്, അറക്കത്തട്ട്, ഇത് 1, 2 അങ്ങനെയാണ് ഉദ്ദേശിക്കുക കേട്ടോ. ഞാൻ അറക്കത്തട്ട് ഇത് 2 എന്ന പോയിന്റ് അറക്കത്തട്ട്. ഇത് നർക്കലക്കാട് ടൗണ്. പിന്നെ അങ്ങോട്ട് പോയി ഇത് ഭീമനടി എടുത്തെത്താനാകുമ്പോഴുള്ള മാങ്കോട്. ഇത് 4 മാങ്കോട്. പിന്നെ നമ്മൾ ഇത് ഭീമനടി പാലം. പിന്നെ ലാസ്റ്റ് നമ്മൾ വെള്ളരിക്കുണ്ട് ചെന്നു. ഇത് വെള്ളരിക്കുണ്ട് 6ാമത്തെ പോയിന്റ്. അപ്പൊ ഞാൻ പോയ വഴി റോഡാണ് ഇപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഞാനാ പോയെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ എൻ്റെ സ്പീഡാണ് ഞാനിവിടെ ഇങ്ങനെ, എൻ്റെ വണ്ടിയുടെ സ്പീഡ്, അതൊരു സ്പീഡ് ഇങ്ങനെ
ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തു എന്ന് വിചാരിച്ചു. ഞാൻ പോയ എൻ്റെ വണ്ടിയുടെ സ്പീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 0 സ്പീഡിലായിരുന്നു, പിന്നെ സ്പീഡ് കൂടി കൂടി വന്നു. സ്പീഡ് ഓരോ സമയത്തുള്ള സ്പീഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്പീഡ് നോക്കി ആ സ്പീഡ് ഞാൻ വെള്ളരിക്കുണ്ട് വരെ പോയുള്ള സ്പീഡ് ഇവിടെ എൻ്റെ ഒരു ഗ്രാഫ് വരച്ച് അതൊരു ഫംഗ്ഷനായിട്ട്, ഇതാണ് സ്പീഡ് എന്നുള്ളതാണ് എൻ്റെ ഫംഗ്ഷൻ. സ്പീഡ് എൻ്റെ ഫംഗ്ഷൻ്റെ പേരാണ് സ്പീഡ്. ഇതാണ് എക്സ് എന്ന് പറയുന്നത് എൻ്റെ സ്ഥലങ്ങൾ, എഫ് ഓഫ് എക്സ്. സ്പീഡിനെയാണ് ഞാൻ ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുന്നത്. എക്സ് എന്നുള്ളത് സ്ഥലം, ഓരോ സ്ഥലത്തുമുള്ള സ്പീഡാണ് എൻ്റെ ഫംഗ്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഈ 5 പോയിന്റുകളും ഇവിടെ ഞാൻ പറയാൻ പോവാണ്. 5 അല്ല 4, അവസാനത്തെ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് മാക്സിമം ഇവിടെ പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഈ എക്സാമ്പിൾ വെച്ച് പറയാൻ പോവാണ്. ഒന്നാമത്തേത് എന്തായിരുന്നു? മാക്സിമ മിനിമ. മാക്സിമ എന്ന് പറയുന്നവർക്കെല്ലാം മിനിമയുണ്ട്. മാക്സിമം അതിൻ്റെ പോയിന്റ് ഓഫ് മാക്സിമം. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കി, ഈ ഗ്രാഫിൽ നോക്കിയിട്ട് ഇതാണ് കേട്ടോ മാങ്കോട്. കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ പറയുമ്പോൾ ഒരു റിലബിലിറ്റിക്ക് വേണ്ടി മാത്രം മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതിൻ്റെ അകത്തെ മാക്സിമം സ്പീഡ്. ഇനി മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ എന്താന്നേ പറയുള്ളൂ? മാക്സിമം സ്പീഡ് എന്നേ പറയുള്ളൂ. ഈ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. ഫംഗ്ഷൻ എന്നുള്ളതിന് പകരം ഞാനിവിടെ എന്തേ ഉപയോഗിക്കുള്ളൂ? സ്പീഡ്. എനിക്ക് മാക്സിമം സ്പീഡ് കിട്ടിയപ്പോഴാണ് ഞാൻ മാക്സിമം സ്പീഡ് എൻ്റെ എത്രയായിരുന്നു? ദാറ്റ് ഈസ് ദ മാക്സിമം സ്പീഡ്, മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ. മാക്സിമം സ്പീഡ് എത്രയായിരുന്നു നോക്കുക. മാക്സിമം സ്പീഡ് ഇത് ഏറ്റവും ഹൈറ്റ് കൂടുതൽ സ്പീഡ് ഇപ്പോൾ എവിടെയാണ് വന്ന് ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. 90. എൻ്റെ മാക്സിമം സ്പീഡ് 90 km/h മാക്സിമം സ്പീഡ്. ഈ മാക്സിമം സ്പീഡ് എനിക്ക് ഏത് പോയിന്റിൽ, ഏത് സ്ഥലത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മാക്സിമം സ്പീഡ് കിട്ടിയത്? ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയും. മാക്സിമം എന്ന് പറയുന്നത് ഇതാണ്, മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ. മാക്സിമം എനിക്കിപ്പോൾ ഈ മാക്സിമം സ്പീഡ് ഞാൻ എടുത്ത ഏത് പോയിന്റിൽ നിന്നാണ്, അതായത് മാക്സിമം സ്പീഡ് കിട്ടിയ പോയിന്റ് എവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മാക്സിമം സ്പീഡ്, അത് വളരെ പ്രധാനപ്പെട്ടല്ലേ. ഏത് പോയിന്റ് എത്തിയപ്പോഴാണ് മാക്സിമം സ്പീഡ് എനിക്ക് എടുക്കാൻ പറ്റിയത്? മാക്സിമം സ്പീഡ് ഞാൻ എടുത്തത് വന്നാൽ ഇത് സ്ട്രേറ്റ് ലൈൻ ആണ് കേട്ടോ. മാങ്കോട് എന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മാക്സിമം സ്പീഡ് കിട്ടിയത്. അപ്പോൾ എൻ്റെ മാക്സിമം പോയിന്റ് ഏതാണ്? പോയിന്റ് ഓഫ് ഏത് പോയിന്റിലാണ് ഞാൻ മാക്സിമം, പോയിന്റ് ഓഫ് മാക്സിമം ഏതാണ്? ഏത് സ്ഥലത്ത് എത്തിയപ്പോഴാണ്, ഏത് പോയിന്റിലാണ് എനിക്ക് മാക്സിമം സ്പീഡ് കിട്ടിയതെന്ന്. പോയിന്റ് ഓഫ് മാക്സിമം ഏതാണ്? മാങ്കോട്, എം. ഇവിടെ 4 എന്ന പോയിന്റ് ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ മാക്സിമം മാങ്കോട് എന്നുള്ള സ്ഥലത്തു നിന്നാണ് എനിക്ക് ആ പോയിന്റ് ഓഫ് മാക്സിമം, ഇതിന്റെ പേരാണ് എന്ത്? പോയിന്റ് ഓഫ് മാക്സിമം. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം കൃത്യമായി മനസ്സിലായില്ലേ? വാട്ട് ഈസ് എ മാക്സിമം വാല്യൂ, വാട്ട് ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം. ഞാൻ എൻ്റെ വണ്ടിയുടെ മാക്സിമം സ്പീഡിനെയാണ് പോയിന്റ് ഓഫ് മാക്സിമം എന്നും, ഏത് സ്ഥലത്തെത്തിയപ്പോഴാണോ എനിക്ക് മാക്സിമം സ്പീഡ് കിട്ടിയത്, സ്ഥലമാണല്ലോ നമ്മുടെ എക്സ് ആക്സിസ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതിനാണ് ഏത് പോയിന്റിലാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല പറയുന്നത് ഏത് പോയിന്റിൽ നിന്നാണ് മാക്സിമം കിട്ടുന്നതെന്ന്. ഓക്കെ, ആ പോയിന്റ് ഓഫ് മാക്സിമം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പോയിന്റ് ഓഫ് മാക്സിമം ഈസ് ഈക്വൽ ടു മാങ്കോട് എന്ന സ്ഥലത്ത് നിന്ന് പോയിന്റ് ഓഫ് മാക്സിമം എന്ന് നമ്മൾ വിളിച്ചു. എൻ്റെ പോയിന്റ് ഓഫ് മാക്സിമം ഏതായിരുന്നു? മാങ്കോട്. അപ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ പേരാണ് പോയിന്റ് ഓഫ് മാക്സിമം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? ഇതാണ് ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കിട്ടിയ പോയിന്റ്. ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? 2 തരം മാക്സിമാസ് ഉണ്ടെന്നാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത് അല്ലേ? ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയില്ലേ? എന്താണ് മാക്സിമ അല്ലെങ്കിൽ മിനിമ, ഏതാണ് പോയിന്റ് ഓഫ് മാക്സിമ മിനിമ. ഞാൻ മാക്സിമയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പിന്നെ പറയുന്നത് മിനിമ ഇതിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് മറ്റേതിനും അതുപോലെ ബാധകമാണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ഓക്കെ, രണ്ടാമത് നമുക്ക് വേണ്ടത് 2 തരം മാക്സിമാസ് ഉണ്ട്. ഒന്ന് ലോക്കൽ മാക്സിമം, ഒന്ന് അബ്സല്യൂട്ട് മാക്സിമം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ മാക്സിമകൾ നിങ്ങൾ ഈ ഗ്രാഫ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 തരം മാക്സിമാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, അതുപോലെ 2 തരം മിനിമാസ്. ഇത് ഒരു മിനിറ്റ് കൂടെ, ഒരു കാര്യം കൂടെ. ഇതാണ് മാക്സിമം, പോയിന്റ് ഓഫ് മാക്സിമം. അതേപോലെ ഇതിനകത്തെ പോയിന്റ് ഓഫ് മിനിമം ആരാണ്? അതുകൂടെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. പിന്നെ പോയിന്റ് ഓഫ് മിനിമം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് കിട്ടിയ മിനിമം വാല്യൂ. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 0 ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് മിനിമം വാല്യൂ. മിനിമം പോയിന്റ് ഏതാണ്? മിനിമം പോയിന്റ് ചിറ്റാലിക്കാർ അല്ലേ? മിനിമം വാല്യൂ, മിനിമം സ്പീഡ്, മിനിമ 0 ആണ്.
അതിൻ്റെ മിനിമം സ്പീഡ് 0. പോയിന്റ് ഓഫ് മിനിമ ഏതാണ്? പോയിന്റ് ഓഫ് മിനിമ ചിറ്റാരിക്കാട്. ഓക്കെ, അപ്പോൾ മാക്സിമം മിനിമം ഒന്നിച്ച് പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മിനിമയും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുവാണ്. 2 തരം മാക്സിമ, അതേപോലെ 2 തരം മിനിമാസ് ഉണ്ട്. ഈ ഗ്രാഫ് നോക്കിയിട്ട് ആ 2 തരം മാക്സിമേനെയും മിനിമേനെയും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് 2 തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് 2 തരം ഈ ഗ്രാഫിൽ നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് ആബ്സല്യൂട്ട് മാക്സിമയാണെന്നും ഒന്ന് ലോക്കൽ മാക്സിമയാണെന്നും നമ്മൾ പേര് കണ്ടു അപ്പുറത്ത്, അല്ലേ? അപ്പൊ അബ്സല്യൂട്ട് മാക്സിമയും ലോക്കൽ മാക്സിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. ഇത് മാക്സിമം പോയിന്റ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ലായിരുന്നു. ഈ ഗ്രാഫ് നോക്കി ഇതാണ് മാക്സിമം പോയിന്റ് നേരെ ടച്ച് ചെയ്ത് കാണിച്ചു. ഇതിനകത്ത് കൺഫ്യൂഷൻ വരണ്ട, എത്രയേ ഉള്ളൂ കേട്ടോ. മാക്സിമം പോയിന്റ് ആയിട്ട് ഇതിനെ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കി ഇതെല്ലാം മാക്സിമം ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്. ഓക്കെ, ഇതാണ് മാക്സിമം പോയിന്റ് ആയിട്ട് നമുക്ക് ഒരു സംശയം ഇല്ലാതെ ടച്ച് ചെയ്ത് കാണിച്ചു. ഇത് മിനിമം പോയിന്റ് ആയിട്ട് ടച്ച് ചെയ്ത് കാണിച്ചു, അല്ലേ? ഒരു ഫംഗ്ഷന്റെ മൊത്തത്തിലുള്ള മാക്സിമത്തിനെ നമ്മൾ എന്ത് പറയും? ആബ്സല്യൂട്ട് മാക്സിമം. മൊത്തത്തിലുള്ള മിനിമത്തിനെ നമ്മൾ എന്ത് പറയും? ആബ്സല്യൂട്ട് മിനിമം. മനസ്സിലായോ? വേറെ ഒന്നും സംശയമില്ല. നിങ്ങൾ മാക്സിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള സാധനം എന്താണ്? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ആബ്സല്യൂട്ട് മാക്സിമിനെയാണ് നിങ്ങൾ ഇതുവരെ മാക്സിമ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ വാല്യൂവിന്റെ പേരാണ് ആബ്സല്യൂട്ട് മിനിമ. ഫംഗ്ഷന്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ. നിങ്ങളുടെ മനസ്സിലുള്ള മാക്സിമ മിനിമ എന്ന് പറയുന്നതിന്റെ ഒറിജിനൽ പേര് എന്താണ്? ആബ്സല്യൂട്ട് മാക്സിമ അല്ലെങ്കിൽ ഗ്ലോബൽ മാക്സിമ, ഗ്ലോബൽ അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമ. ഓക്കെ, ഇതുവരെ നിങ്ങൾ മാക്സിമ മിനിമ എന്ന് മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് ഒറിജിനൽ ആരാണ്? ആബ്സല്യൂട്ട് മാക്സിമ അല്ലെങ്കിൽ ഗ്ലോബൽ മാക്സിമ, ഗ്ലോബൽ മിനിമ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യത്തെ നമ്മളിപ്പം മറ്റൊരു പേരിലേക്ക് മാറ്റി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആബ്സല്യൂട്ട് മാക്സിമ, ഗ്ലോബൽ മാക്സിമ. കാരണം മാക്സിമ മിനിമ എന്നുള്ളത് 2 തരം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മനസ്സിലെ ഐഡിയ എന്ന് പറയുന്നതിന്റെ ഒറിജിനൽ പേര് ഇതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ? രണ്ടാമത്തെ തരം. ഒറിജിനലിന്റെ പേര് ഇത്. 2 തരം ഉണ്ട്. അതിൽ ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന ഒറിജിനൽ. അതിന്റെ പേര് ആബ്സല്യൂട്ട് മാക്സിമ, ഗ്ലോബൽ മാക്സിമ. രണ്ടാമത്തെ തരം അത് നമുക്ക് ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ തരം ആരായിരിക്കും? ഇവിടെ നോക്കിയേ, ഞാൻ ഈ ചിറ്റാരിക്കാലിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ ഇതിന്റെ പേരായിരുന്നു നർക്കലക്കാട്, അല്ലെ? നർക്കലക്കാട് വരെ ചെല്ലുന്നതിനിടയ്ക്ക് എന്റെ ഈ ലൊക്കാലിറ്റിയിൽ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ലൊക്കാലിറ്റിയിൽ എന്റെ മാക്സിമം സ്പീഡ് എത്രയായിരുന്നു? മാക്സിമം സ്പീഡ് എത്രയായിരുന്നു? ഇതല്ലേ? ഈ സ്പീഡ് എത്രയാണ്? ഇത് 80 കേട്ടോ. മാക്സിമം സ്പീഡ് 80 ആയിരുന്നു. അപ്പൊ ഈ ലൊക്കാലിറ്റിയിലുള്ള എന്റെ മാക്സിമം ഇതൊരു മാക്സിമം 80 എന്നുള്ളത് എന്റെ ഒരു മാക്സിമം വാല്യൂ ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ ഇവിടുന്ന് ഇവിടെ ഈ ഇത്രയും സ്ഥലത്ത് ഇവിടെ ചിറ്റാരിക്കാലി തൊട്ട് ഇവിടം വരെ വന്നതില്ല, ചിറ്റാരിക്കാലി വിട്ടോ, ഇവിടെ നിന്നിട്ട് ഈ ഭാഗം തൊട്ട് ഇവിടം ഈ ലൊക്കാലിറ്റി ഞാൻ സഞ്ചരിച്ച സമയത്ത് ഉള്ള എന്റെ മിനിമം സ്പീഡ് എത്രയാണ്? ഈ ലൊക്കാലിറ്റിയിലുള്ള എന്റെ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 20 ആണ് മിനിമം സ്പീഡ്. അപ്പൊ ഇതും ഈ ലൊക്കാലിറ്റിയിലെ മാക്സിമം ആണ്, ഇത് ഈ ലൊക്കാലിറ്റിയിലെ മിനിമം ആണ്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ ലൊക്കാലിറ്റിയിലുള്ള മാക്സിമം ആണ്. അതേപോലെ ഇതെന്താണ്? ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു മിനിമം ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഇങ്ങനെയുള്ളവരെ ആബ്സല്യൂട്ട് മാക്സിമം മിനിമത്തിൽ പെടുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടേക്ക്. അപ്പൊ ഇവരൊക്കെ എന്താണ്? ഇവരെല്ലാം ആരാണ്? മാക്സിമം മിനിമം തന്നെയാണ്. ആ ലൊക്കാലിറ്റിയിലുള്ള മാക്സിമോ മിനിമോസോ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? എന്തായിരിക്കും ഇതിനെ വിളിക്കുന്ന പേര്? നമ്മൾ അപ്പുറത്ത് കണ്ടു. ഇതിന്റെ പേരെന്താണ്? ലോക്കൽ. ഈ ലൊക്കാലിറ്റി ആൻഡ് ലോക്കൽ മാക്സിമം. ഇതിന്റെ പേരെന്തായിരിക്കും? ലോക്കൽ. ഈ ലൊക്കാലിറ്റിയിലെ മിനിമം, ഈ ഏരിയയിലുള്ള ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് വെച്ച് 2 സൈഡും വേണം കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുള്ള മിനിമം. ഇത് അബ്സല്യൂട്ട് മാക്സിമം ആയി പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ ലൊക്കാലിറ്റിയിലെ മാക്സിമം സ്പീഡിലെ ഇത്. അതുകൊണ്ട് ഇതിനെ അബ്സല്യൂട്ട് മാക്സിമം എന്ന് വിളിക്കാം. കൂടാതെ എന്തും വിളിക്കാം. ഇവിടെ ഇതിനെ ലോക്കൽ മാക്സിമ എന്നുകൂടി. ഞാൻ മറ്റേതെല്ലാം വായിച്ചു കളയുവാണ്. കാര്യം മനസ്സിലായതുകൊണ്ട് വായിച്ചു, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇത് ഒറിജിനലി അബ്സല്യൂട്ട് മാക്സിമ തന്നെയാണ്. പക്ഷെ ആരും കൂടിയാണ്? ലോക്കൽ മാക്സിമ കൂടിയാണ്. ലോക്കൽ മാക്സിമ അബ്സല്യൂട്ട് മാക്സിമ ആരാകാം? ലോക്കൽ മാക്സിമ ആകാം. അതിനൊരു ഇത് കൂട്ടുണ്ട്. ഇത് ഒറിജിനലി ഇത് അബ്സല്യൂട്ടും കൂടിയാണ്. ഇതിന്റെ കേസിൽ മാത്രം അബ്സല്യൂട്ട് ഓർ ഗ്ലോബൽ ആണ്. ഗ്ലോബൽ മാക്സിമയാണ്
ആൻഡ് ഈ ഒരു പോയിന്റ് ഗ്ലോബൽ മാക്സിമയാണ് ആൻഡ് ലോക്കൽ മാക്സിമയാണ്. പക്ഷെ ഇവരൊന്നും ഗ്ലോബൽ മാക്സിമ അല്ല, ഈ ലൊക്കാലിറ്റിയിലെ മാത്രം എന്താണ് അബ്സല്യൂട്ട്. അപ്പൊ ഇതുപോലെ ഇതാരാണ് ഈ ലൊക്കാലിറ്റിയിലെ, അതുകൊണ്ട് ഈ ലൊക്കാലിറ്റിയിലെ മിനിമം സ്പീഡാണ്, ലോക്കൽ മിനിമയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്താണ് ലോക്കൽ മാക്സിമ, എന്താണ് ലോക്കൽ മിനിമം, എന്താണ് അബ്സല്യൂട്ട് മാക്സിമ. അബ്സല്യൂട്ട് മാക്സിമ മിനിമ നമ്മൾ പഠിച്ച് ഓൾറെഡി. ആദ്യം നമ്മുടെ കൺസെപ്റ്റ് അതായതുകൊണ്ട് അതിന്റെ പേര് മാറ്റി വിളിക്കേണ്ട പണിയേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറഞ്ഞത് ആ ലൊക്കാലിറ്റിയിലുള്ള മാക്സിമം വാല്യൂ, ആ ലൊക്കാലിറ്റിയിൽ അതിന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിൽ വെച്ചുള്ള മിനിമം വാല്യൂ, അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുള്ള മാക്സിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ വളരെ ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പോയിന്റിനെ നമുക്ക് ലോക്കൽ മാക്സിമ എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ പോയിന്റ് ലോക്കൽ മാക്സിമയാണോ? ഇവിടെ വെച്ച് ഇങ്ങനെ നോക്കിയാൽ ഇത് മാക്സിമം അല്ലേ? ഇത് ലോക്കൽ മാക്സിമ എന്ന് വിളിക്കാൻ പറ്റുമോ? മാക്സിമയാണോ? അല്ല, ദിസ് ഈസ് നോട്ട് എ ലോക്കൽ മാക്സിമ. ഇത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾ പരീക്ഷിക്കുന്ന ആവശ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ തിയറി മനസ്സിലാക്കിയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് പോയിന്റ് ആണിത്. ഇതൊരു ലോക്കൽ മാക്സിമ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ലോക്കൽ മാക്സിമ. വൈ? ലോക്കൽ മാക്സിമ ആകണമെങ്കിൽ, ഞാൻ നേരത്തെ കൂടെ പറഞ്ഞിരുന്നു, ലോക്കൽ മാക്സിമ ആകണമെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡിലും വെച്ച് ഇത് മിനിമം ആയിരിക്കണം. മിനിമം ആണെങ്കിൽ രണ്ട് സൈഡിലും വെച്ച് മാക്സിമം ആയിരിക്കണം. ഇവിടെ ഒരു മറ്റേ സൈഡ് ഉണ്ടോ? ഇത് മാക്സിമം ആണെങ്കിലും ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ? ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ? ഇല്ല, ഇവിടം വരെ ഉള്ളൂ. ഈ പോയിന്റിനെ മാക്സിമം എന്ന് വിളിക്കണമെങ്കിൽ ഇപ്പുറത്തും ഉള്ളതിൽ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിൽ വെച്ച് മാക്സിമം ആയിരിക്കണം. പക്ഷേ ഈ ഒരു സൈഡ് മാത്രമേ ഇതിനുള്ളൂ, അവിടെ കൊണ്ട് തീർന്നു പോയി. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല? ലോക്കൽ മാക്സിമയായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. ക്ലിയർ അല്ലേ? ഇത് കൂടുതലൊന്നും ക്ലിയർ ആക്കാൻ പറ്റുകയില്ല. മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കണ്ടോളുക. വേറെ ഒന്നുമില്ല, വെറും സിമ്പിൾ എക്സാമ്പിൾ ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇവിടെ വെച്ച് തീർന്നു പോയത് കൊണ്ടാണ്. ഇത് മാക്സിമത്തിലൊക്കെ പോയതായിരുന്നു, പക്ഷെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഇതിനെ നമ്മൾ മാക്സിമ എന്ന് വിളിക്കത്തില്ല. ലോക്കൽ മാക്സിമ എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം? അത് രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ ഗ്രാഫിനെ ഒന്ന്, ഇപ്പൊ ലോക്കൽ മാക്സിമ മിനിമ എന്താണ്, അബ്സല്യൂട്ട് മാക്സിമ മിനിമ എന്താണെന്നുള്ള ഇതാണ് നമ്മൾ രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഇപ്പോൾ ഇവിടെ പഠിച്ചത്. ഈ ഗ്രാഫിനെ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ പോയി, എൻ്റെ സ്പീഡ് ഞാൻ ഒറ്റക്കൂട്ടിൽ ഇവിടം വരെ, ഇതാണ് വെള്ളയിൽ കൊണ്ടെത്തിയപ്പോൾ എൻ്റെ സ്പീഡ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉറപ്പിക്കുക. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഞാൻ ഗ്രാഫ് മാറ്റി, ഇതുകൊണ്ട് കൊടുത്ത പേരൊക്കെ മാറ്റി, ഗ്രാഫ് മാറ്റി. ഇപ്പൊ പേര് മാറ്റിയതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ എൻ്റെ മാക്സിമം സ്പീഡ് ഇപ്പൊ എത്രയാണ്? വെള്ളരി കൊണ്ട് ടൗൺ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരൊറ്റ പറപ്പിച്ച് 110 വിട്ടേക്കാം അല്ലെ? ഓക്കെ, 110 എത്തിച്ചു. അപ്പൊ എൻ്റെ അബ്സല്യൂട്ട് മാക്സിമം എത്രയാണ്? എൻ്റെ മാക്സിമം സ്പീഡ് എത്രയായിരുന്നു? ഇപ്പൊ എത്രയായി മാക്സിമം? ഇത് വെള്ളരി കൊണ്ടിലാണ്. ഇതിന്റെ മാക്സിമം സ്പീഡ് 110 അല്ലേ? അപ്പൊ ഇതാണ് എന്റെ മാക്സിമം സ്പീഡ്, ഇത് 110. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മാക്സിമം, ഒറിജിനൽ മാക്സിമത്തിന്റെ പേരാണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പൊ അബ്സല്യൂട്ട് മാക്സിമം ഇവിടെ എത്രയായി? അബ്സല്യൂട്ട് മാക്സിമ ഈസ് 110. അത് വെള്ളരിക്കുണ്ട്, പോയിന്റ് വെള്ളരിക്കുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അബ്സല്യൂട്ട് മാക്സിമ എന്ന് വിളിക്കും. എന്റെ മാക്സിമം, ഞാൻ ചിറ്റാരിക്കാല് മുതൽ വെള്ളരിക്കുണ്ട് വരെ പോയപ്പോഴുള്ള എനിക്ക് കിട്ടിയ മാക്സിമം സ്പീഡ് വെള്ളരിക്കുണ്ടിൽ ചെന്നപ്പോഴായിരുന്നു. അത് 110 കിലോമീറ്റർ ആണ്. അതാണ് എന്റെ അബ്സല്യൂട്ട് മാക്സിമം, നമ്മുടെ ഡെഫിനിഷൻ, അബ്സല്യൂട്ട് മാക്സിമയുടെ ഡെഫിനിഷൻ. പക്ഷേ ഈ പോയിന്റിനെ ഞാൻ ലോക്കൽ മാക്സിമ എന്ന് വിളിക്കുമോ? ഇത് അബ്സല്യൂട്ട് മാക്സിമ ആകും, ഇതാണ് എന്റെ മാക്സിമം സ്പീഡ്. പക്ഷേ ഇത് ലോക്കൽ മാക്സിമം ആകുമോ? നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ഇതെന്താവുകയില്ല. ഇപ്പുറത്ത് ഇത് മാക്സിമം ആണെങ്കിലും ഈ സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് മാക്സിമം ആകണം. ഇപ്പുറത്ത് പോയിന്റ് ഉണ്ടോ? അതുകൊണ്ട് ഇതെന്തല്ല, ഇത് അബ്സല്യൂട്ട് മാക്സിമം ആണ്, ബട്ട് നോട്ട് ലോക്കൽ മാക്സിമം. വളരെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാത്തവരങ്ങ് വിട്ട് കളഞ്ഞേക്കുക. മനസ്സിലാക്കി പഠിക്കേണ്ടവർ ഇതൊന്ന് മനസ്സിലാക്കി തന്നെ വെക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അബ്സല്യൂട്ട് മാക്സിമം ആയെന്നോർത്ത് ലോക്കൽ മാക്സിമം ആകണമെന്ന് ഇല്ല എന്ന ഒരു എക്സാമ്പിൾ ആണ് ഇത്. അതിന്റെ എക്സാമ്പിൾ ഇത്, ഈ ഗ്രാഫ്. ഇപ്പൊ ഞാൻ ഗ്രാഫ് റീറൈറ്റ് ചെയ്ത് വരച്ചിട്ട് പറഞ്ഞ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ഗ്രാഫ്, ഇത് ഒന്നാമത്തെ ഗ്രാഫ് അല്ല. ഇപ്പം ഈ എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച എക്സാമ്പിൾ 2, ഫിഗർ 2, രണ്ടാമത്തെ ഫിഗർ.
ഇതിനുള്ള ഫിഗർ. അബ്സല്യൂട്ട് മാക്സിമ ലോക്കൽ മാക്സിമ ആകാം, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ. പക്ഷേ അബ്സല്യൂട്ട് മാക്സിമ ലോക്കൽ മാക്സിമ ആകണമെന്നില്ല. അതാണ് രണ്ടാമത്തെ ഗ്രാഫ്. മനസ്സിലാക്കി പഠിക്കേണ്ടവർ ഈ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അല്ലെങ്കിൽ അല്ലാത്തൊരു ഇപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ കാര്യം ഫിഗർ, ഇത് ഫിഗർ 2 ആണ്. ഇത് ഫിഗർ 2. ഒന്നാമത്തെ ഫിഗർ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. ഈ ഫിഗർ 2 അബ്സല്യൂട്ട് മാക്സിമം ആകുന്നത് ലോക്കൽ മാക്സിമം ആകാത്തതാണ്. ഒന്നാമത്തെ ഫിഗറിൽ അബ്സല്യൂട്ട് മാക്സിമയും ലോക്കൽ മാക്സിമയും ഒരേ പോയിന്റിൽ വരുന്നുണ്ട്. അങ്ങനെ വരാം, വരാതിരിക്കാം. വരാതിരിക്കാനുള്ള റീസൺ ആണ് ഇത്. ഇങ്ങനെ എൻഡ് പോയിന്റിൽ വന്ന് എൻഡ് പോയിന്റ്സിൽ ലോക്കൽ മാക്സിമം. അതേപോലെ ഇതെന്തെല്ലാം അതിന് ഇത് ഉപയോഗിക്കാം. ഈ പോയിന്റ് എന്താണ്? ഇത് അബ്സല്യൂട്ട് മിനിമയാണ് അല്ലേ? ഇത് അബ്സല്യൂട്ട് മിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയവർക്ക് ഇപ്പൊ സംശയം വന്നിട്ടുണ്ടായിരുന്നായിരിക്കും. അബ്സല്യൂട്ട് മിനിമയാണ് ഈ പോയിന്റ് 0. പക്ഷെ ഇത് ലോക്കൽ മിനിമയാണോ? കാരണം എന്തില്ല, ഇത് മിനിമം ആയാൽ ഇത് ഈ സൈഡിൽ മിനിമം ആയിരിക്കണം, ഇപ്പുറത്തെ സൈഡിൽ മിനിമം ആയിരിക്കണം. ഇപ്പുറത്തെ സൈഡിൽ ഇതിന് പോയിന്റ് ഉണ്ടോ? ഇവിടെ വെച്ച് തീർന്നില്ലേ? അപ്പൊ ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ലോക്കൽ മിനിമം. ഉണ്ടോ? അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും ലോക്കൽ മാക്സിമവും ആകണമെന്ന്, ലോക്കൽ മാക്സിമയും മിനിമവും ആകണമെന്ന് നിർബന്ധമില്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് ഫിഗർ 2. ഫിഗർ 1ൽ നിന്ന് നമുക്ക് ഈ ലോക്കൽ മിനിമയുടെ കാര്യത്തിൽ പറയായിരുന്നു. ഇത് ലോക്കൽ, അത് ഞാൻ അവിടെ പറയാൻ മറന്നുപോയതാണ്. ഇത് ഇത് അബ്സല്യൂട്ട് മിനിമയാണ്, പക്ഷെ ലോക്കൽ മിനിമ അല്ല. ഈ ഫിഗറിന്റെ കേസിൽ ഇത് അബ്സല്യൂട്ട് മാക്സിമയാണ്, പക്ഷെ ലോക്കൽ മാക്സിമ അല്ല. ഇത് ഫിഗർ 2 എന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഇതിനെ ഒറിജിനൽ ഫിഗർ 1 ആയിട്ട് തന്നെ മാറ്റുവാണെങ്കിൽ ഫിഗർ 1. ഫിഗർ 1ന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ വെച്ച് നമ്മൾ ഗ്രാഫ് തീർന്നായിരുന്നു അല്ലേ? ഇവിടെ വെച്ച് ഗ്രാഫ് തീർന്നാണ്. അപ്പൊ ഇത് ഫിഗർ 1. ഈ ഫിഗർ 1ൽ എങ്ങനെ വരും? ഇത് ലോക്കൽ മാക്സിമം ആണ്, ഇത് എന്താണ്, ആൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആണ്. രണ്ടും ഒരു പോയിന്റിൽ വന്നു. ഇത് ഫിഗർ 1. ലോക്കൽ മാക്സിമയും അബ്സല്യൂട്ട് മാക്സിമയും ഈക്വൽ ആയിട്ട് വരുന്ന കേസാണ് ഇത്. രണ്ടും ഒരേ പോയിന്റിൽ വരുന്ന ഒരു കേസ്. ഇപ്പൊ നോട്ട് എഴുതാൻ ഉള്ള ഇൻസ്ട്രക്ഷൻ ആണ് ആദ്യം, അതങ്ങ് പറഞ്ഞേക്കാം. ഇപ്പൊ മാക്സിമം മിനിമം സെക്ഷന്റെ പേരെഴുതി, ഇത് സെക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 എന്ന് എഴുതി 1, 2, 3, 4 ഈ കാര്യങ്ങളെല്ലാം എഴുതുക. 5 ആയിട്ട് വരെ കാര്യങ്ങൾ എഴുതുക. ഒരു ഒന്നാമത്തത് മാക്സിമ ആൻഡ് പോയിന്റ് ഓഫ് മാക്സിമ എന്ന് ഒരു പേര് കൊടുത്തിട്ട് അതിന്റെ താഴേക്ക് ഇവിടെ ഈ 217 പേജ് നമ്പർ ആണ് ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഈ പേജിലെ ഈ ഡെഫിനിഷൻ 3 എഴുതുക. അതിനുശേഷം ഒന്നാമത്തെ എഴുതി, അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തേത് രണ്ടാമത്തെ ഇത് പോയിന്റ് 2 എന്ന് എഴുതിയിട്ട് ലോക്കൽ മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മാക്സിമ എന്ന് എഴുതി. ദർ ആർ 2 ടൈപ്പ് ഓഫ് മാക്സിമാസ്. ഒന്ന് ലോക്കൽ മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മാക്സിമ എന്ന് എഴുതി. അതിലെ ലോക്കൽ മാക്സിമ ഒന്നാമത് എഴുതുക. ലോക്കൽ മാക്സിമ എന്ന് എഴുതി. അതിന്റെ ലോക്കൽ മാക്സിമ എന്ന് മാത്രം എഴുതിയത്. മാക്സിമ ആൻഡ് മിനിമ, മാക്സിമം എഴുതുന്ന കൂട്ടത്തിൽ എല്ലാം മിനിമം എഴുതണേ. എഴുതിയത് മാക്സിമ മാത്രമേ. മാക്സിമ ആൻഡ് മിനിമ എന്ന് എഴുതി. ഈ പേജ് 220 എന്ന പേജിലെ ഡെഫിനിഷൻ 4 എഴുതുക. ലോക്കൽ മാക്സിമയുടെ ഡെഫിനിഷൻ. അബ്സല്യൂട്ട് മാക്സിമ നമ്മളിപ്പോൾ എഴുതുന്നില്ല. അത് നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇതിന് കംപ്ലീറ്റ്, ഈ പ്രോബ്ലം അടക്കം കംപ്ലീറ്റ് ആയ ശേഷമേ ഇത് നമ്മൾ എഴുതുള്ളൂ. ഇപ്പൊ എഴുതുമ്പോൾ ലോക്കൽ മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മാക്സിമ എന്ന് എഴുതി അതിൽ ലോക്കൽ മാക്സിമ എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് വേണം ഇത് എഴുതാൻ, ഇതിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ. ഇതോടെ കടന്നോട്ടെ. ഇനി അടുത്ത മൂന്നാമത് അത് എഴുതിയ ശേഷം the speciality of point of maxima or minima എന്ന് തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. ആ പോയിന്റ്സിന്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അത് അടുത്ത സെക്ഷനായിട്ട് ഇങ്ങനെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു കൊടുത്തിട്ടില്ല. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് അത് ഐഡന്റിഫൈ ചെയ്യണം. അതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല. മൂന്നാമത്തേതായിട്ട് നിങ്ങൾ എന്ത് എഴുതുക? പേജ് 221 തിയറം 2ഉം പിന്നെ അതിന്റെ താഴെ ഒരു നോട്ട്, ഒരു ബോക്സിനകത്ത് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടും എഴുതണം. ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നും എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ ഇനി പഠിക്കുമ്പോൾ പറയും. എങ്കിലും ഇപ്പൊ നോട്ട് എഴുതാൻ വേണ്ടി അത് എഴുതണം. ഇതാണ് എഴുതേണ്ടത്. ഇത് ഒന്നാമത്തെ നോട്ട്, ഇത് രണ്ടാമത്തെ നോട്ട്, ഇത് മൊത്തം ഒന്ന് എഴുതിക്കോ. അതിനുശേഷം ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എഴുതുക. പിന്നെ അടുത്തത് ടെസ്റ്റ് ഫോർ ലോക്കൽ മാക്സിമ എഴുതി ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് എഴുതുക. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെത് 221 പേജിലെ തിയറം 3ഉം ഫിഗർ 6.616 എന്നുള്ള ഫിഗർ ഉണ്ട്. ആ ഫിഗർ വരച്ച് അതിനകത്തുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. അത് നമ്മൾ അടുത്ത് കാണിക്കും. എങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് നോക്കി മാർക്ക് ചെയ്തോളുക. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അത് എഴുതി കഴിഞ്ഞ ശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് എഴുതി പേജ് 223 തിയറം 4 എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നോട്ട് നിങ്ങൾ എഴുതാനുള്ളത്.
അതിനുശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് പ്രോബ്ലംസ് ബാക്കിയായിട്ട് എഴുതണം. അല്ലാതെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ നോട്ടായിട്ട് ബോർഡിൽ എഴുതി കാണിക്കുന്നില്ല, കാരണം അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് നോക്കി എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ. പിന്നെ അഞ്ചാമത്തത് അബ്സല്യൂട്ട് മാക്സിമം. നമ്മൾ ഇത് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്ത ശേഷമേ ഇതിന്റെ നോട്ട് പറയുള്ളൂ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 2 കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ ഈ 5ാമത്തെ സെക്ഷനിലെ 5 പോയിന്റ്സിലെ ആദ്യത്തെ 2 പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം, മിനിമം, പോയിന്റ് ഓഫ് മാക്സിമം എന്താണെന്നും അതെല്ലാവരും ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ രണ്ടാമത്തെ 2 തരം മാക്സിമം ഉണ്ട്. മാക്സിമം എന്ന് വെച്ചാൽ മിനിമം ഉണ്ട്, അബ്സല്യൂട്ട് മാക്സിമയും ലോക്കൽ മാക്സിമയും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ആ ഫിഗറിന്റെ എക്സാമ്പിളിന്റെയും ഫിഗറിന്റെയും സഹായത്തോടു കൂടി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ബാക്കി പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.